ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ചൂടൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഭയങ്കര ചൂടാണല്ലേ, ആർക്കും വീട്ടിനകത്ത് നിൽക്കാൻ വയ്യാത്ത ചൂട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കുറേ ആൾക്കാർക്ക് നമ്മൾ മഞ്ഞ പല്ല് ചില ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടല്ലേ. അത് സ്വർണ്ണം കെട്ടിയ പല്ലല്ല, മഞ്ഞ കളറിലെ പല്ല്. പക്ഷേ ഈ മഞ്ഞ പല്ല് വന്നിട്ട് അത് പോകാതെ നിൽക്കുന്ന, വിട്ടുമാറാതെ മഞ്ഞ കളറിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് വൈറ്റമിൻ്റെ കുറവ് കൊണ്ട് പല്ലിൻ്റെ മഞ്ഞ നിറം വിട്ടുമാറാതെ നിൽക്കും. അവർക്കും ഈ ഒരു ടിപ്സ്, ഈ 1-2 ടിപ്സ് വളരെ നല്ല റിസൾട്ടാണ്. അതായത് പല്ലിലെ അണുബാധയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പല്ലിന് ഇങ്ങനത്തെ കളറൊക്കെ കൊടുക്കുന്നത്. അതിന് കടുക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ കരൾ രോഗത്തിന് ചവച്ച് കഴിക്കുന്നൊരു സംഭവമാണ്. ഈ കടുക്ക കരിച്ചെടുത്ത ശേഷം കരി കൊണ്ട് 2 നേരം, ആ കരി കൊണ്ട് 2 നേരം പല്ല് തേക്കുകയാണെങ്കിൽ ഈ മഞ്ഞ കളർ പല്ല് മാറി നല്ല വെണ്മയുള്ള പല്ലാവും. അപ്പോൾ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, മഞ്ഞ കളറിലെ പല്ലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ മഞ്ഞ കളറുള്ള പല്ല് ചെറുതിലേ ഉള്ള ആ ഒരു രീതിയാണ്, അതൊരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ടിപ്സാണിത്. കടുക്കയെന്ന് പറയുന്ന സാധനം അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കരിച്ചെടുക്കുക, കരിച്ച് അതിനെ കരിയാക്കി എടുത്ത ശേഷമാണ് വേണമെങ്കിൽ ഒരു കുഞ്ഞു നുള്ള് ഉപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉമിക്കരി കൊണ്ട് ഉപ്പ് ചേർത്തിട്ട് പല്ല് തേക്കാറുണ്ട്. മാവിൻ്റെ ഇല അരച്ചെടുത്ത് പേസ്റ്റ് പോലാക്കി അത് വെച്ച് പല്ല് തേക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കടുക്ക കരിച്ചെടുത്ത കരി കൊണ്ട് 2 നേരവും പല്ല് തേക്കുകയാണെങ്കിൽ ഈ പല്ലിൻ്റെ മഞ്ഞ നിറം നല്ല രീതിക്ക് മാറും. ഇതുപോലെ ആര്യവേപ്പിൻ്റെ തണ്ട് ചതച്ച് ബ്രഷ് ചെയ്താലും വളരെ നല്ലതാണ്, ആര്യവേപ്പിൻ്റെ തണ്ട്. ഇനി പല്ലിലെ അണുബാധ തടയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കെല്ലാ സൗന്ദര്യമുണ്ട്, പക്ഷേ ജസ്റ്റ് നമ്മുടെ പല്ലിനൊരു കളറില്ലെങ്കിൽ അതൊരു പല്ലിന് ഒരു അഭംഗി ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും പ്രതിഫലിക്കുമല്ലേ മുഖത്ത്. അതും നമ്മുടെ ബ്യൂട്ടി പരമായിട്ട്, അതുപോലെ നമ്മുടെ മുഖത്ത് തന്നെയാണത് പ്രതിഫലിച്ച് കാണുന്നത്. ജസ്റ്റ് ഒരു അകലം വന്നാൽ തന്നെ അത് നമുക്ക് ഇറിറ്റേഷനായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് ചെയ്ത് നോക്കുക. പല്ല് അണുബാധ തടയുന്നതിന് നമ്മുടെ ചുക്കുപൊടി എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിൽ ഒരു കുഞ്ഞു നുള്ള് കർപ്പൂരവും കൂടെ ചേർത്ത് പല്ല് തേക്കുന്നത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ആ ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. പല്ലിൽ അണുബാധ തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പല്ലിൽ കറകൾ, വെറ്റിലയും പാക്കൊക്കെ മുറുക്കുന്ന ആൾക്കാരാണെങ്കിൽ കറകൾ പറ്റി പിടിച്ചിരിക്കും പല്ലിൽ. അപ്പോൾ ഈ കറ പോകാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരിൽ നമ്മൾ ഉപ്പ് ചേർത്ത്, അതായത് പൊടിച്ച ഉപ്പ് ചേർത്ത് പല്ല് തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ വായിൽ ഉണക്ക നെല്ലിക്ക കുറച്ചെടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്ത ശേഷം പഴുത്ത മാവിൻ്റെ ഇലയിൽ മുക്കി പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിന് വളരെ നല്ല റിസൾട്ടാണ്. പക്ഷെ ആർക്കും ഇപ്പോഴത്തെ കാലത്ത് മെനക്കെടാനൊന്നും വയ്യാത്തതുകൊണ്ട് ആൾക്കാർ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ മഞ്ഞ പല്ലിനുള്ളൊരു ടിപ്സായി, 1-2 ടിപ്സായി. പല്ലിൻ്റെ മോണരോഗം, അതുപോലെ പല്ലിനുള്ളിലുള്ള അഴുക്കും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ബാക്കിയകത്തുണ്ടാകുന്ന പല്ലിനുണ്ടാകുന്ന കേടുകൾ പരിഹരിക്കാനുള്ളതായി. അപ്പോൾ ഈ 3-4 ടിപ്സുകൾ എല്ലാം നമുക്ക് ഒരുപാട് കാശ് ചിലവുള്ള സംഭവമല്ല. ഇപ്പോൾ കൂട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക. വളരെ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ എന്തായാലും കൂട്ടുകാർ ചെയ്തു നോക്കുക. എന്ത് പറഞ്ഞാലും നമ്മുടെ പല്ലിൽ മഞ്ഞ കളറുള്ള പല്ലുള്ള ആൾക്കാർക്ക് അതൊരു അഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ പറയുന്നത് കേട്ട ശേഷം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.